ബോംബ് പൊട്ടിയതാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കളക്ടറേറ്റിലും വിമാനത്താവളത്തിലും ഉൾപ്പെടെ പലയിടത്തിലും ബോംബ് ഭീഷണി ദിവസം പ്രതി വർദ്ധിച്ചു വരുന്നതിനിടയിൽ ശരിക്കും ബോംബ് പൊട്ടിയത് ബി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ തൊട്ടടുത്ത വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രന്റെ വീടിനു സമീപത്തുള്ള വീടിന് മുന്നിൽ ഒരു സ്ഫോടനം ഉണ്ടായി എന്നും പറഞ്ഞ് ശോഭ ഉറങ്ങിക്കിടന്ന മുഴുവൻ ബി പ്രവർത്തകരെയും തന്റെ വീടിന് മുന്നിൽ വിളിച്ചു കാവൽ നിർത്തിയത്. പോലീസിനെയും വിവരമറിയിച്ചു. ദ്രുതഗതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പൊട്ടിയത് ബോംബല്ല, ഓലപ്പടക്കമാണെന്നും അത് തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ കാണാൻ വന്ന അവന്റെ സുഹൃത്തുക്കൾ വിഷുവിന് വാങ്ങിവെച്ചതിന്റെ ബാക്കി പടക്കം പൊട്ടിച്ചതാണെന്നുമുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ഇതോടുകൂടി ശോഭ ട്രോളുകളിൽ നിറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും തോറ്റു പിന്മാറാൻ ശോഭ തയ്യാറല്ല. അങ്ങനെ ഓലപ്പടക്കമൊന്നും പൊട്ടിയാൽ പോരാ, പൊട്ടുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ബോംബ് തന്നെ പൊട്ടണമെന്നുറപ്പിച്ച് ശോഭ രംഗത്തിറങ്ങി. വീടിന് മുന്നിൽ പൊട്ടിയത് ബോംബല്ല എന്നും എന്നെ ഉദ്ദേശിച്ച് ആരോ സ്ഫോടനം നടത്തിയതാണ്, അത് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്. തൊട്ടടുത്ത വീടിന് മുന്നിൽ കിടന്ന വെള്ള കാറ് എന്റെയാണെന്ന് കരുതി വീട് മാറി ആ വീടിന് മുന്നിൽ സ്ഫോടനം നടത്തിയതാണ്. ഇത് ആസൂത്രിതമാണ്, കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈരേഖയും ഫോണും CCTV ദൃശ്യങ്ങളും ഒക്കെയായി ഇന്ന് ശോഭ മാധ്യമങ്ങളെ കണ്ടു. ഇതിപ്പോൾ ശരിക്കും നാഗവല്ലിയുടെ ചിലങ്ക ഇതല്ല എന്ന് സണ്ണി പറഞ്ഞപ്പോൾ ഉള്ള ഗംഗയുടെ രൂപഭാവത്തിലായി ശോഭ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, പൊട്ടിയത് ബോംബ് തന്നെയാണ്. ഇപ്പോൾ കുറ്റം മുഴുവൻ പോലീസിനായിട്ടുണ്ട്. പോലീസ് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ തൊടുത്തുവിട്ട ബോംബിനെ മാറ്റി ഓലപ്പടക്കമാക്കി തന്നെ ആക്ഷേപിച്ചതാണെന്ന് വരുത്തി തീർക്കാനാണ് ശോഭയുടെ വെപ്രാളം. കേന്ദ്രത്തിൽ മോദിയും അമിത്ഷായും ഒക്കെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രശ്നങ്ങളിലും അതിൽ വന്നുപോയ വീഴ്ചയുടെ അപാകതകൾ പരിഹരിക്കുന്നതിലും മുഴുകിയിരിക്കുമ്പോഴാണ് ശോഭ ഇവിടെ ഒരു ഓലപ്പടക്കത്തിന്റെ പേരിൽ BJP നേതൃത്വത്തിനെ ഉൾപ്പെടെ പിടിച്ച് കുലുക്കിയിരിക്കുന്നത്. എന്നാൽ വിഷുവല്ലേ, ഓലപ്പടക്കമൊക്കെ പലരും പൊട്ടിക്കും, അതിനിത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ശോഭയെ വ്യക്തിപരമായി എനിക്കറിയില്ല എന്ന് ഇന്നലെ EP ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനെതിരെയും ശോഭ പൊട്ടിത്തെറിച്ചു. ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത് തനിക്ക് പരിചയമില്ല. ബോംബില് PhD എടുത്ത ആളാണ് EP ജയരാജൻ. ഇവിടെ പൊട്ടിയ ബോംബിനെ കുറിച്ച് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ശോഭയുടെ പ്രതികരണം. ഇതിപ്പോൾ ചുരുക്കത്തിൽ വീടിന് മുന്നിൽ ഒരു ബോംബ് പൊട്ടാതെ ശോഭയ്ക്ക് ഉറക്കമില്ലെന്നായി. താൻ പോലീസ് സംരക്ഷണത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്ന് നെഞ്ചു വിരിച്ച് ഏത് തോക്കിന്റെയും വെടിയുണ്ടയുടെയും ബോംബിന്റെയും മുന്നിൽ താൻ നിൽക്കുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെ തനിക്കിനി ഒരു പ്രസംഗമുണ്ട് എന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കണമെന്നും വാലും ചുരുട്ടി പേടിച്ച് താൻ മൂലയ്ക്കൊതുങ്ങില്ല എന്നും തന്നെ ആരും ബോംബ് കാണിച്ച് പേടിപ്പിക്കണ്ട എന്നും ബോംബെറിഞ്ഞവരെ വെല്ലുവിളിച്ച ശോഭാ സുരേന്ദ്രൻ പിന്നാലെയാണ് പോലീസ് അന്വേഷണത്തിൽ തൊട്ടയൽപ്പക്കത്തെ വീട്ടിലെ പയ്യനെ കാണാൻ വന്ന 4 സുഹൃത്തുക്കൾ രാത്രി മടങ്ങിപ്പോകുമ്പോൾ വാങ്ങിയ ഓലപ്പടക്കം അവിടെ വെച്ച് പൊട്ടിച്ചതാണ് എന്നുള്ള തെളിവുകളുമായി മുന്നോട്ട് വന്നത്. ഓലപ്പടക്കം പൊട്ടിച്ചത് ഇത്ര വലിയ കേസാകുമെന്ന് പിള്ളേരും കരുതിയില്ല. പേടിച്ച് ആരോടും പറയാതിരുന്നതാണെന്നും കുട്ടികൾ വെളിപ്പെടുത്തിയതോടെ ശോഭാ സുരേന്ദ്രന്റെ ബോംബ് കഥ ആകെ ചീറ്റിപ്പോയി. അതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് പൊട്ടിയത് ബോംബ് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിവ് നിരത്തിയത്. അയൽപക്കത്തെ സ്ത്രീയുടെ കൂടി ആശങ്കയും ആകുലതകളും പരിഹരിക്കാൻ കൂടിയാണ് BJP നേതൃത്വവും ശോഭാ സുരേന്ദ്രനും പോലീസിൽ പരാതി കൊടുത്തത് എന്നും ഇല്ലാതെ തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭമൊന്നും ഇതിലുണ്ടായിരുന്നില്ല എന്നും ശോഭ സത്യം ചെയ്ത് പറയുകയാണ്. ഇതിനു പുറമെ തലേ ദിവസം അവിടെ നടന്ന കഥകളൊക്കെ തെളിവുകൾ കാണിച്ച് ശോഭ മാധ്യമങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയ കഥ പറയുമ്പോൾ ശോഭ ഈ പറയുന്ന കഥ കേട്ട് BJP നേതൃത്വം ആകെ നാറി വെളുത്തിരിക്കുകയാണ്.